വീഡിയോയിലൊക്കെ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പൊട്ട് വീണു ഗായ്സ്, എൻ്റെ പൊട്ട് വീണു. സത്യം പറഞ്ഞാൽ നേരത്തെ വീഡിയോയിലൊന്നും മൈക്ക് ഉണ്ടായി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. മൈക്ക് ഇടയ്ക്ക് എടുക്കാൻ മറന്നു. കാരണം നമ്മൾ മൈക്കൊന്നും യൂസ് ചെയ്യില്ല. എന്താ ചെയ്യാം, അപ്പോൾ അത്രയും എക്സ്പേർട്ട് ഒന്നല്ല ഞാൻ. മൈക്കാരെ വെച്ച് കുത്താൻ അറിയില്ല പക്ഷേ എന്തെല്ലോ ആയത്. അയ്യോ ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ടോ ഈ കൊണ്ട. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി യൂസ്ഫുൾ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു റെമഡി ആയിട്ടാണ്, ഹോം റെമഡി. അപ്പോൾ ഇന്ന് ഒരുപാട് ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ലിപ്പിന് ഡിസ്കളറേഷൻ. അതായത് നമ്മൾ ബാക്കിയൊക്കെ കെയർ ചെയ്യും, സ്കിൻ കെയർ ചെയ്യും, ഹെയർ കെയർ ചെയ്യും, പക്ഷേ ലിപ്പിന് ആരും കെയർ ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതായത് ഞാൻ പോലും ചെയ്യലില്ല. അത് വെച്ചാൽ നമ്മളതൊരു ഇതായിട്ട് വെക്കുക, അതിന് SPF വേണോ അല്ലെങ്കിൽ അതിന് ടാൻ ആവുമോ, റെഡിക്ക് ടാൻ ആകും. അപ്പോൾ നമ്മൾ ലിപ് ബാം ഉപയോഗിച്ചിട്ട് മാത്രമേ ലിപ്സ്റ്റിക്ക് ഇടാൻ പാടുള്ളൂ എന്ന് മിക്കവർക്കും അറിയില്ല. അപ്പോൾ ഞാൻ ലിപ് ബാം യൂസ് ചെയ്യലുണ്ട്, പക്ഷേ വേറെ ഒന്നും കെയർ ചെയ്യലില്ല. കെയർ ഇടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട്. ആ ഇടയ്ക്ക് ചെയ്യുന്ന ടിപ്പാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സ്മോക്ക് ചെയ്തവർക്കിടയിലെല്ലാം കാണും ഭയങ്കര കറുത്ത ലിപ്സ്. അപ്പോൾ നമുക്ക് അവർ കാണുമ്പോൾ തന്നെ വൾഗറായിട്ടുള്ള തോന്നും. അപ്പോൾ അവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആകും. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു ടിപ്പാണ്, 100% വർക്കാണ്. അപ്പോൾ വീഡിയോൻ്റെ എൻഡിൽ നമുക്ക് ഇതിൻ്റെ എല്ലാ അതായത് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗുണത്തേക്കാൾ ഏറെ ദോഷമുണ്ടാകും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഇതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ലിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഭയങ്കര എന്താ പറയുക സ്മൂത്തായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മൾ ലിപ്പ് കണ്ണിൻ്റെ അടിയിലുള്ള ഈ തടങ്ങൾ, അതൊക്കെ ഭയങ്കര സ്മൂത്തായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിതിനൊക്കെ കെയർ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ്. കാരണം എന്ന് വെച്ചാൽ ലിപ്പിന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊക്കെ പാരബിൾ ആണോ ഒന്നും അറിയില്ല. പക്ഷെ നമുക്ക് ഹോം റെമഡി വഴി ഇത് ചെയ്യാൻ കഴിയെങ്കിൽ നമുക്ക് ഡാർക്ക് ലിപ്പ് പാടെ നമുക്ക് മാറ്റാം. കാരണം ലിപ്പിന് അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ കെമിക്കൽ യൂസ് ചെയ്താൽ പിന്നെ നമുക്ക് ആ ലിപ്പ്, കാരണം സെൻസിറ്റീവ് ആകുകയാണല്ലോ, അപ്പോൾ നമ്മൾ ഭയങ്കര സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ലിപ്പ് കെയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് വേണ്ടുന്നത് ഷുഗറും ലെമണും, വേറെ ഒന്നും വേണ്ട. വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നമ്മളെ അതായത് ലിപ്സിനെ പാടെ നല്ല ഒരു റിസൾട്ടിലേക്ക് കൊണ്ടുവരാം. അതായത് സ്മോക്ക് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല, പക്ഷെ അവരെ ചുണ്ട് കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഭയങ്കര ഒരു ബാഡ് ഇമ്പ്രഷനൊക്കെ വരും. ഇപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്ന പെൺകുട്ടികൾക്കാണെങ്കിലും അതായത് പിഗ്മെൻറ്റഡ് ലിപ്സ് വരുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളി ഒരു ഹോം റെമഡിയാണ്, 100% വർക്കിംഗ് ആണ്. നിങ്ങൾ ആഴ്ചയിൽ 3 തവണ മാത്രം ചെയ്താൽ മതി. അത്രയും പിഗ്മെൻറ്റഡ് ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ആഴ്ചയിൽ 1 തവണ 2 തവണ ചെയ്താൽ തന്നെ നമുക്ക് ഭയങ്കര റിസൾട്ട് കിട്ടും. ഞെട്ടിക്കുന്ന റിസൾട്ടാണ്. നമുക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ എത്ര പേരെ എൻ്റെ പൊട്ട് കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ ആ പൊട്ട് വീണിട്ടുണ്ട്. അപ്പോൾ പൊട്ട് മൈൻഡ് ചെയ്യേണ്ട, അത് ഞാനും മൈൻഡ് ചെയ്യുന്നില്ല. 2-3 വട്ടം എടുത്ത് വെച്ച് മതി. ഇനി അത് വെട്ട് ഞാൻ പൊട്ട് നിൽക്കുന്നില്ല, റെഡിക്ക് പൊട്ടില്ല. നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക, പൊട്ടുള്ളതാണോ പൊട്ടില്ലാത്തതാണോ രസം കേട്ടോ. മടുത്തു, ഞാൻ കുറേ അത് സ്റ്റിക്ക് ചെയ്ത് നോക്കി, ആവുന്നില്ല. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ലിപ്സ് അത്രയും വിഷമിക്കേണ്ട കാര്യമില്ല ഇനി. അപ്പോൾ നമുക്ക് ലിപ്സിനും കെയർ ചെയ്യാനുള്ള സമയമായെന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും പോയിട്ട് അപ്പം തന്നെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരുടെ സ്കിന്നും വേറെ വേറെ ടൈപ്സ് ആണ്. അപ്പോൾ സ്കിന്നിന് കണക്കനുസരിച്ചിട്ട് നമ്മൾ പാച്ച് ടെസ്റ്റൊക്കെ ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാവരുടെ സ്കിന്നും എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ സ്കിന്നിന് ഇത് സൂട്ടാണ്. കാരണം ഈ ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടിന് ഭയങ്കര സ്മൂത്ത്നെസ് കൊടുക്കാനും പിന്നെ എന്ന് പറഞ്ഞാൽ ഡെഡ് സ്കിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഷുഗറിന് അത്ര വലിയ കെമിക്കലോ അല്ലെങ്കിൽ സൈഡ് എഫക്ട്സോ ഒന്നും തന്നെ ഇല്ല. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ലെമണാണ്. ലെമണിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ് ലെമൺ എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യുന്ന ഒരു ബ്ലീച്ചിങ് എഫക്റ്റുള്ള ഏജൻറ്റാണ്. അതായത് നല്ലോണം ക്ലീൻ ചെയ്യും. അതായത് നമ്മളെ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് ലെമൺ തന്നെയാണ്. കാരണം നമ്മുടെ പിഗ്മെൻറ്റഡ് ആയ ലിപ്സിന് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഇവിടെ നമുക്കിങ്ങനെ ഡാർക്ക്നെസ് ഉണ്ടാകുമ്പോൾ അതിങ്ങനെ റബ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളെ ഈ ബ്ലീച്ചിങ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര ക്ലീൻ ചെയ്യുന്നല്ല. ബ്ലീച്ച് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ക്ലീനിങ് അല്ലേ. അതുപോലെ തന്നെ നമ്മളിത് റബ് ചെയ്യുന്നതോടുകൂടി നല്ല ക്ലീൻ ആവും. അപ്പോൾ വെറും 2 ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ
നമുക്ക് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നത് കാണാം. അപ്പോൾ നമുക്കിതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതാദ്യം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ലെമണും ഷുഗർ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും ലെമൺ ബ്ലീച്ചിങ് ഏജൻ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ചുണ്ട് നല്ല മാറ്റം റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. അപ്പം ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഫാസ്റ്റായിട്ട് ഒരിക്കലും ചെയ്യരുത്. കാരണം വീഡിയോ ഞാൻ ലാഗ് ചെയ്യണമെന്ന് വെച്ചിട്ട് കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. വളരെ പതുക്കെ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റൂ. കാരണം ഭയങ്കര സെൻസിറ്റീവ് ഭാഗമാണ്, സ്കിന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നീറ്റിലുണ്ടാകും. അപ്പോൾ ചെറിയ രീതിയിൽ മാത്രം റബ് ചെയ്താൽ മതി. ഒരു 2-3 മിനിറ്റ്സ് ചെയ്താൽ മതി. പിന്നെ ഞാൻ എന്ന് വെച്ചാൽ അത് പഞ്ചസാര കുറച്ച് അധികം ഇപ്പോൾ എടുത്തത്, അതുകൊണ്ട് ചെയ്തതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ 2-3 മിനിറ്റ്സ് മാത്രം മസാജ് ചെയ്താൽ മതി. അപ്പോൾ ലെമൺ എന്ന് പറഞ്ഞാൽ ഫുൾ ലെമണിൻ്റെ ആവശ്യമില്ല, 4/1 ഭാഗം മാത്രം മതി. അപ്പോൾ നിങ്ങൾ ചുണ്ടിന് കണക്കായിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഞാനൊരു ചെറിയ ലെമൺ എടുത്തത്, നല്ല റിസൾട്ടാണ് വന്നത്. അപ്പോൾ ഒരു ജസ്റ്റ് ഞാൻ ഒരസുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ഉണ്ട്. ഒരു എന്താ പറയുക, എനിക്ക് അത്ര വലിയ എന്താ പറയുക പിഗ്മെൻറ്റഡ് ലിപ്പല്ല, നല്ല റിസൾട്ട് ഉണ്ട്. നിങ്ങളതിൻ്റെ ചുണ്ട് ജസ്റ്റ് നോക്കിക്കോളൂ. അത് എൻ്റെ ക്യാമറ എത്രമാത്രം ക്ലിയർ ആണെന്നൊന്നും എനിക്കറിയില്ല. സോ നോക്കൂ, നല്ല ഡോസ് അടിച്ചിട്ടില്ലേ, നല്ല റിസൾട്ടാണ്. കാരണം ലെമൺ ബ്ലീച്ചിങ് എഫക്റ്റ് ആയതുകൊണ്ട് മൈക്കില്ലാതെ പറഞ്ഞുകൊണ്ട് കേട്ടോ. ലെമണ് ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് അടിപൊളിയായിട്ട് ഇത് വർക്കിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലൈവായി കാണിച്ചു തരുന്നത്. വീഡിയോ ഒക്കെ എല്ലാ തെറ്റുകുറ്റങ്ങളുണ്ടാവും, ദയവേത് ക്ഷമിക്കുക കേട്ടോ. വായെല്ലാം വൃത്തിയിടാവും, അതൊന്നും നോക്കണ്ട. നമ്മുടെ ലക്ഷ്യം എന്നാ റോസ് ലിപ്സ്, പിഗ്മെൻറ്റഡ് ലിപ്പ് കപ്പാടി പറ്റിക്കളെ. നോക്കിയിട്ടെ, മുന്നത്തെ പോലെയാണോ എൻ്റെ ലിപ്സുകളെ നോക്കും. അപ്പോൾ ആഴ്ചയിൽ എത്ര തവണ ചെയ്യേണ്ടേ? 3 തവണ, നല്ലോണം പിഗ്മെൻറ്റഡ് ആണെങ്കിൽ. ഇപ്പം നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്തോളില്ലേ, നോക്കിയിട്ടെ, നല്ല റിസൾട്ടാണ്. അടുത്ത് ഞാൻ ഇത് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ, സംഭവം എല്ലാം കാണിച്ചു. അപ്പം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അടിപൊളി റിസൾട്ടാണ്. എൻ്റെ പിഗ്മെൻറ്റഡ് അല്ലാത്തതുകൊണ്ട് അങ്ങനെ തിരിയാൻ ചാൻസ് കുറവാണ്, വളരെ കുറവാണ്. എനിക്ക് നല്ല മാറ്റമായിട്ട് തോന്നിയിട്ടുണ്ട്. ഷുഗർ ഉള്ളതുകൊണ്ട് ഭയങ്കര സ്മൂത്തായ പോലെ തോന്നുന്നു. ആ ഒരു എനിക്ക് അവിടെ സൈഡിലൊക്കെ ഭയങ്കര പിഗ്മെൻറ്റഡ് അല്ല, ഒരു ചെറിയ ഡിസ്കളറേഷൻ തോന്നി. അതൊക്കെ പോയി ഒരൊറ്റ യൂസിൽ തന്നെ. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 2 തവണ 3 തവണ ചെയ്യുമ്പോൾ നല്ല റിസൾട്ടിലേക്ക് എത്താം. അപ്പോൾ സ്മോക്ക് ചെയ്യുന്നവരായാലും ആരായാലും ഇനി ഒരു കാര്യത്തിലും പേടി വേണ്ട. ഒരു കാര്യത്തിലെന്നല്ല, ലിപ്പിൻ്റെ കാര്യത്തിൽ ഇനി പേടി വേണ്ട. അപ്പോൾ നമുക്ക് ലിപ്പ് ഇതുപോലെ നല്ല കളറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നിങ്ങളിപ്പോൾ തന്നെ എൻ്റെ റിസൾട്ട് നോക്കിയാട്ടെ, നല്ലൊരു മാറ്റമുണ്ട്. അപ്പോൾ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അതൊരു നാച്ചുറൽ റെമഡി അല്ലേ. അപ്പോൾ അതിൻ്റെതായ ഒരു ടൈം എടുക്കും അതിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ചോപ്പ്, അതായത് റെഡ് ലിപ്പാകുന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും നല്ലൊരു ചേഞ്ചിങ് കാണാൻ വേണ്ടി പറ്റും. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം കാണാൻ വേണ്ടി പറ്റും. പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള അത്രയും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. എനിക്ക് അത്ര ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. എനിക്ക് നല്ലൊരു ചേഞ്ചിങ് തോന്നുന്നുണ്ട്. കാരണം നല്ല ഒരു എനിക്കൊരു ഡിസ്കളറേഷനിലുണ്ടായിരുന്നു, അതൊക്കെ പോയി നല്ലൊരു കളറായി തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിക്കോളൂ, ധൈര്യമായി ചെയ്ത് നോക്കിക്കോളൂ. നല്ല റിസൾട്ടാണ്, 100% വർക്കാണ്. അപ്പോൾ ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും പിന്നെ ബാഡ് കമൻറ്റ്സ് ഇട്ടവർക്കും എല്ലാവർക്കും നന്ദി. ഹേറ്റേഴ്സ് ഉണ്ടാവും ഒരുപാട്, എനിക്കറിയാം. പക്ഷേ നമുക്ക് എന്താ പറയുക, എന്നെക്കൊണ്ട് കഴിയുന്ന അല്ല എന്നെക്കൊണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നിന്നല്ല എൻ്റെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് ഞാൻ വരും. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടപ്പെട്ടെന്നും കരുതുന്നു. അപ്പോൾ ഇനി സ്മോക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ പിഗ്മെൻറ്റഡ് ആയവർ അല്ലെങ്കിൽ പാരമ്പര്യമായി കിട്ടുന്ന കളറ് അവരൊക്കെ ഈ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവരൊന്നും ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ റെമഡി കൊണ്ട് നമുക്ക് നമ്മുടെ ചുണ്ടിനെ ആകെ മാറ്റാൻ വേണ്ടി പറ്റും. വെറുതെ ഇങ്ങനെ വേണ്ടപ്പോൾ അതങ്ങനെ നിന്നോട്ടെ, പാരമ്പര്യം കിട്ടില്ലെന്ന് വെച്ചാൽ അങ്ങനെ പാരമ്പര്യം കിട്ടിയ എത്രയോ സംഭവങ്ങൾ നമുക്ക് ഇന്ന് പാടെ മാറ്റുന്ന പല പ്രൊഡക്റ്റും നാച്ചുറൽ റെമഡീസ് എല്ലാം അവൈലബിൾ ആണ്. അത് 100% വർക്കിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിൽ പറയുന്നത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ആരും ഈ കാര്യത്തിൽ വിഷമിക്കേണ്ട. അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് ഇനി വേണ്ടതെന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രയും മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നല്ല വീഡിയോസ് ഷെയർ ചെയ്യണമെന്നും എൻ്റെ യൂസ്ഫുള്ളായ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇന്ന് ഇത്രയും ബൈ.